എന്നെ വിളിച്ചപ്പോ എന്നിൽ നിന്ന് ദൈവം ഒന്നും സ്വീകരിച്ചില്ല, ഞാൻ ദൈവത്തിൽ നിന്ന് വല്ലതും സ്വീകരിച്ചതേ ഉള്ളൂ. ഇവിടെ അങ്ങനല്ല. ഇവിടെ സൃഷ്ടികർത്താവ്, അല്ലല്ല, എന്റെ സമയം മറന്നു പോകരുത്. അതായത് ഇവിടെ സൃഷ്ടികർത്താവ് സൃഷ്ടിയിൽ നിന്ന് രക്തവും മാംസവും സ്വീകരിച്ചിട്ട് അതേ സൃഷ്ടികളെ ശുദ്ധീകരിക്കുകയാണ്. അതായത് മറിയയിൽ നിന്ന് രക്തം എടുക്കുന്നു, ആ മറിയയിൽ നിന്നുള്ള രക്തം ശരീരത്തിലൂടെ ഓടിച്ച് ആ രക്തം തന്നെ കൊടുത്ത് സൃഷ്ടികർത്താക്കളെ വിശുദ്ധീകരിക്കുകയാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, മറിയോട് ജീവിതകാലം അനാദി നിത്യത വരെ പിന്നെ ഈ പറഞ്ഞ പിന്നെ യേശു ക്രിസ്തു കമ്മിറ്റഡ് ആണ്, വിധേയപ്പെട്ടിരിക്കണം. കാരണം അല്ല, പിന്നെ ഈ രക്തത്തിൽ ഈ മറിയിൽ നിന്ന് രക്തം കൊണ്ടാണ് 33 വർഷം ഇദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചത്, അല്ലെ? ഫീറ്റസിൽ എങ്ങനെയാണ് രക്തവും ശരീരം? സഹോദര, നിങ്ങൾക്ക് ഇതുവരെ ഞാൻ കുറച്ച് കൂടെ ആളുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം മാറ്റച്ചായ റൂമൊക്കെ സ്ട്രീം ചെയ്യുന്നുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്തത് കേസ് കൊടുക്കാനുള്ള പേപ്പർ വർക്കൊക്കെ ചെയ്ത കേട്ടോ. ഈ ഫീറ്റസിൽ എങ്ങനെയാണ് രക്തവും ശരീരവും ഉണ്ടാവുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ ചോദ്യം ഇവിടെ ഞാൻ പറയുന്നത്. വേണ്ട, എന്റെ സമയം. അതായത് ശാസ്ത്രത്തിന്റെ തെളിവുകൾ വെച്ചിട്ട് ഫീറ്റസിൽ എങ്ങനെയാ ഉണ്ടായെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. കാരണം യേശു ക്രിസ്തു അല്ലല്ല, ഇതൊക്കെ അതാ പറയുന്ന അല്ലല്ല. ഓക്കെ, അപ്പം മെക്കാനിസം അനുസരിച്ച് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ സ്പേം എന്ന് പറയുമ്പോൾ പിന്നെ ഈ സ്ത്രീക്ക് എവിടെ സ്പേം വരുന്നത്? അത് ഇതേ ചോദ്യം തന്നെയാണ് മറിയ യൂതനോട് ചോദിച്ചത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ ഉത്തരം ഒന്ന് തന്നെയാണ്, ഒരേ ഒരു ഉത്തരവുള്ളൂ, ഇത് ദൈവത്താൽ സംഭവിച്ച കാര്യമാണ്. ഇപ്പോൾ താങ്കൾ കറക്റ്റ് പോയിട്ടിൽ വന്നു. ദൈവത്താൽ സംഭവിച്ചതിനെ താങ്കൾ പറയണ്ട. അവള് പോലും സംശയിച്ചു ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പൊ താങ്കൾ അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിപ്പം ചോദ്യോത്തര വേള ഒന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്നറിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു 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 3-4 വർഷത്തിനുള്ളിൽ പോലും തോന്നാത്ത രീതിയിലുള്ള ഒരു മിസ്റ്റിക്കൽ ടയേർഡ്നെസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. രാവിലെ തൊട്ട് ഞാൻ പോയിട്ട് 2 മണിക്കൂർ കിടന്നുറങ്ങി. അപ്പം ഇതിൽ നിന്ന് ഞാൻ തിരിച്ചറിയുന്നത് ക്രിസ്ത്യൻ വേൾഡിലെ ഏറ്റവും വലിയ തിന്മയുടെ അരൂപിയാണ് ഈ അനിലസ് നായരിലൂടെ പ്രകടമാകുന്നത്, അല്ലെങ്കിൽ ഈ സാത്താൻ പെന്തോകളിലൂടെ പ്രകടമാകുന്നത്. അപ്പൊ ഇനി തൊട്ട് എല്ലാ പെന്തക്കോസുകാരെയും അല്ല ഞാൻ അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെന്തക്കോസിൽ തന്നെ അനേകം ആളുകൾ, ഭൂരിപക്ഷം പെന്തക്കോസുകാരും പരിശുദ്ധ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇപ്പൊ ലോകത്ത് കോടിക്കണക്കിന് പെന്തക്കോസുകാരുണ്ട്. നിങ്ങൾ പെന്തക്കോസ് ചർച്ചുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള കുറച്ച് സാത്താൻ പെന്തോകൾ മാത്രമല്ല, ലോകം മുഴുവൻ കോടാനുകോടി പെന്തക്കോസുകാരുണ്ട്. അതില് നല്ലൊരു ശതമാനം ആളുകൾ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ശരീരം എടുത്തു എന്ന് തന്നെ നിലപാടുള്ള ആളുകളുണ്ട്. അപ്പം നമ്മൾ ഇനി തൊട്ട് ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പെന്തക്കോസുകാരെയും അഡ്രസ് ചെയ്യുക. അതിനകത്ത് സാത്താൻ പെന്തോകളില്ല. സാത്താൻ പെന്തോകൾ എന്ന് പറഞ്ഞാൽ പ്രിൻസ് PS, അനിലസ് നായർ, ഈ ക്ലബ് ഹൗസിൽ കടന്ന് ഈ ക്രിസ്തുവിന്റെ പേരിൽ ഈ പരത്തെറിയും വൃത്തികേടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. പെന്തക്കോസ് പേരൊട്ടിച്ച കുറെ ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കുറെ നേരമുള്ള റൂമാണ്, 3-3.5 മണിക്കൂറുള്ള റൂമാണ്. അപ്പം ഇത് ഒരു മരിയോളജി വിഷയമായതുകൊണ്ടും ഇത് ശക്തമായ ഒരു തിന്മയ്ക്കെതിരെയുള്ള ഒരു പ്രവർത്തനമാണ് എന്ന തിരിച്ചറിവ് ദൈവം എനിക്ക് തരുന്നത് കൊണ്ടും ഇത് തുടർച്ചയായി അഡ്രസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓരോരോ പോയിന്റ്, അപ്പൊ ഇന്നൊരു 10-20 മിനിറ്റ് വരെ ഉള്ള വിഷയമാണ് ഞാൻ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചു നേരം നിങ്ങളെ കേൾപ്പിക്കാം. അപ്പൊ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ ഒരു 10 പേര് നമ്മുടെ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്നതായിരിക്കും. ഞാൻ അതിന്റെ ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട്. അല്ല, ഞാനത് റൂമിന്റെ റിപ്ലൈ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തോളാം യൂട്യൂബ്. ഓക്കെ, യൂട്യൂബ് ഡയറക്റ്റ് സ്ട്രീം ചെയ്യുന്നില്ല. അപ്പൊ ഇത് കൃത്യം നമ്മൾ ഇവിടെ അനിലസ് നായരും അജി പോളും തമ്മിൽ നടന്ന ഒരു സംവാദം. ഈ രണ്ടുപേരെയും അവരുടെ വിശ്വാസം ധൈര്യപൂർവ്വം പറയാൻ മുന്നോട്ട് വന്നതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം. അനിലസ് നായർ പറയുന്നത് മണ്ടത്തരങ്ങളാണെങ്കിലും തൻ്റെ ബോധ്യം ധൈര്യപൂർവ്വം വന്ന് ശക്തമായ ആർഗ്യ ചെയ്യാൻ കാണിച്ച ഈ അനിലസ് നായറിന്റെ ആ ധൈര്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം.
എനിവേ സ്വന്തം വിശ്വാസം അതിൻ്റെ അത് പൊട്ടത്തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് പറയാനുള്ളൊരു തൻ്റെയാണ് കാണിക്കുക എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായ കാര്യമാണ്. അത് ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അനിലസ് നായർ എന്ന വ്യക്തിയെ കോൾ ഔട്ട് ചെയ്യാനുള്ള റൂമല്ല ഇത്. ആദ്യം നിങ്ങളോട് പറയാം, അനിലസ് നായർ മുന്നോട്ട് വെച്ച ക്രൈസ്തവ വിരുദ്ധവും ബൈബിൾ വിരുദ്ധമായ ആശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ അനിലസ് നായർ മണ്ടത്തരം പറഞ്ഞു, അനിലസ് നായർ വിഡ്ഢിത്തം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അനിലസ് നായർ വിഡ്ഢിയാണ് എന്ന് ഞാൻ വിളിക്കുകയല്ല ചെയ്യുന്നത്, പറഞ്ഞത് വിഡ്ഢിത്തരമാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് എന്നും നിങ്ങളോട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ റൂം ഒരു മണിക്കൂറുണ്ടോ, അതിനുശേഷം ആരെങ്കിലും വരുവാണെങ്കിൽ ചർച്ചയിലേക്ക് വരാം. അത് പറഞ്ഞ ഇത് ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ അത്രയും വിഷയങ്ങളിൽ ഏതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവസരം ഒരുക്കും. ആർക്കെങ്കിലും മുകളിൽ കയറി വന്ന് കൗണ്ടർ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കൗണ്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ അനുകൂലി സംസാരിക്കുക. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഫോക്കസ് ചെയ്യുന്നത് മാന്യമായിട്ട് നിങ്ങൾ ഇടപെടണം. കാരണം ഇത് ഒരു പെർമനന്റ് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കിടക്കാൻ വേണ്ടിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ആ യൂട്യൂബിന്റെ നിലവാരത്തിൽ ഉള്ള ചർച്ചയിലേക്ക് നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇത് ഇന്ന് തന്നെ ചെയ്യണം. ഞാനത് നാളെ ചെയ്യാം, നാളെ കഴിഞ്ഞ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇതൊരു എന്തോ ഒരു ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ഞാനൊന്ന് ആലോചിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഒരു ചോദ്യോത്തര വേളയിൽ റാപ്പിഡ് ഫയറിന്റെ സെക്ഷനിൽ ചില ഭാഗങ്ങൾ കേൾക്കാം. 2 പത്രോസ് 1 ആ ദിവ്യ സ്വഭാവമാണ് ദൈവം ഓരോ മനുഷ്യരിൽ നിന്നും ആണ്ടിക്കുന്നത്. അതാണ് അവന്റെ ആ മനുഷ്യത്വത്തെ കാണുന്നത്. ഓക്കെ, നമുക്കത് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞനുസരിച്ച് ഈ ദൈവത്വം അല്ല, ഞാൻ താങ്കളോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അവന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപപ്പെടുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 2 പത്രോസ് 1 ആ ദിവ്യ സ്വഭാവമാണ് ദൈവം ഓരോ മനുഷ്യരിൽ നിന്നും ആണ്ടിക്കുന്നത്. അതാണ് അവന്റെ ആ മനുഷ്യത്വത്തെ കാണുന്നത്. ഓക്കെ, നമുക്കത് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞനുസരിച്ച് ഈ ദൈവത്വം എന്നുള്ളത് കുറവുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ് കേട്ടോ. ഈ മനുഷ്യത്വം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്തോളം തെറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്. അപ്പൊ ദൈവത്തിന് തെറ്റ് ചെയ്യാൻ കഴിയുമെന്നാണോ താങ്കൾ പറഞ്ഞത്? ദൈവത്തിൽ മനുഷ്യത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് തെറ്റ് ചെയ്യാൻ കഴിയുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് താങ്കൾക്ക് വന്ന മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. താങ്കൾ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇന്ന് എന്നെയും താങ്കളെ കാണുന്നത് അതല്ല ദൈവത്തിന്റെ മനുഷ്യത്വം എന്ന് പറയുന്നത്. അതാണ് താങ്കൾക്ക് മിസ്റ്റേക്ക് പറ്റിയത്. ഇന്ന് കാണുന്ന പറഞ്ഞ അതൊക്കെ എന്തോടെ താങ്കൾ ഇന്നോട് പറ. ഇവിടുത്തെ ചോദ്യം, താങ്കൾ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇന്നത്തെ തെറി വിളിക്കുന്നവരെയും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള അതല്ല മനുഷ്യത്വം എന്ന് പറയുന്നത്. പിന്നെ അതാ പറഞ്ഞ അവന്റെ ദിവ്യ സ്വഭാവം അത് താങ്കൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കുന്നത്. മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവ് ഉള്ള സഹോദരന്മാർ, ഇവിടെ വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. അജി ബദർ ചോദിച്ച ചോദ്യം വളരെ ജെന്യുവിനാണ്. കാരണം മനുഷ്യത്വം എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആ മനുഷ്യത്വത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെയൊക്കെ അറിവ് വെച്ച് മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദമിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആദത്തെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ പോലെ തന്നെയുള്ള ഛായയിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആ മനുഷ്യത്വം. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ദയവ് ചെയ്ത് വിട്ടുപോകരുത് എന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 വാക്യങ്ങളാണ്. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമിയിൽ എഴുതുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യരെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. ഇപ്പൊ ടൂത്ത് വൈറ്റേഴ്സ് അപ്പുറത്ത് റൂം ഇട്ടിട്ടുണ്ട്. തേഞ്ഞൊട്ടി നാണം കെട്ടിയിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇത് ഞാൻ അറിയിച്ചില്ല. ഓക്കെ, ദൈവം വീണ്ടും ടൂത്ത് വൈറ്റേഴ്സ് എബനൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ദൈവം വീണ്ടും അപ്പൊ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച എങ്ങനെയാണ്? മനുഷ്യന്റെ ഛായയിലാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഛായയിലാണെന്ന് അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അനിലസ് നായർ ഇത് അംഗീകരിക്കുമോ ഇല്ലയോ? എന്റെ വിശ്വാസം ഇത് അംഗീകരിക്കും. കാരണം വചനമാണല്ലോ.
ഇത് നിങ്ങൾ ഈ പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ 3 തവണ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ദൈവത്തിന്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുകയാണ്. ഞാനിത് എന്തിനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മറ്റൊരു സ്ഥലത്ത് അല്ലസ് നായർ റെഫർ ചെയ്യുന്നത് ഉള്ള ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് അല്ലസ് നായർ പറഞ്ഞത് വീണ്ടും കേൾക്കാം. ഇന്ന് കാണുന്ന ദൈവത്തിന്റെ മനുഷ്യത്വം എന്നാണോ താങ്കൾ അല്ല, ഉദ്ദേശിച്ചത്? ദൈവം ഒരു മനുഷ്യനാണെന്നാണോ പറഞ്ഞു വരുന്നത്? പറഞ്ഞ അതൊക്കെ എന്തോടെ താങ്കൾ ഇന്നോട് പറ. ഇവിടുത്തെ ചോദ്യം, താങ്കൾ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇന്നത്തെ തെറി വിളിക്കുന്നവരെയും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള അതല്ല മനുഷ്യത്വം എന്ന് പറയുന്നത്. പിന്നെ അതാ പറഞ്ഞ അവന്റെ ദിവ്യ സ്വഭാവം വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞോളാം. അത് താങ്കൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവുള്ളതാണല്ലോ, നമുക്കറിയാലോ. മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ക്യാൻ എയർ, മനുഷ്യന് തെറ്റ് ചെയ്യാൻ പറ്റും. ദൈവം മനുഷ്യനല്ലാതെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറയാണ് ദൈവത്തിൽ മനുഷ്യത്വം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഹ്യൂമൻ എർ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉള്ളവനാണോ ദൈവം? ഇവിടെ ഞാൻ കൃത്യമായിട്ട് മനുഷ്യത്വം ഒരിക്കൽ കൂടെ വായിച്ചു കേൾപ്പിക്കാം. അതായത് 2 പത്രോസ് 1:4 ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ദിവ്യ സ്വഭാവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിലെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാനും. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം ചെയ്യുന്നവരാണുള്ള മനുഷ്യത്വവും മറ്റതുമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ മോഹത്താൽ നാശം വിധിക്കുന്ന മനുഷ്യത്വം, അപ്പൊ ആദം എന്ന് പറയുന്ന വ്യക്തിയുടെ മനുഷ്യത്വം, അല്ലെങ്കിൽ അല്ലസ് നായർ ഇവിടെ വളരെ കൃത്യമായി പറയുകയാണ് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്ന മനുഷ്യത്വം അല്ല എന്ന്. കാരണം ലോകത്തിന്റെ മോഹത്താലോ പിശാചിന്റെ പ്രേരണയാലോ പാപം ചെയ്ത മനുഷ്യത്വമാണ് ആദത്തിന്റെയും അവയുടെയും മനുഷ്യത്വം. ഈ മനുഷ്യത്വം അല്ല എന്നാണ് അല്ലസ് നായർ ഇവിടെ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യത്വം ആരംഭിക്കുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോഴാണ്. അത് ആദത്തിനെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ആദത്തിൽ നിന്നാണ് മനുഷ്യത്വം ആരംഭിക്കുന്നത്. ആ ആദത്തിന് ദൈവം കൊടുത്തത് തന്റെ രൂപവും സാദൃശ്യവുമാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ അടുത്ത 2 രീതിയിലാണ് നമുക്ക് അതിനെ എടുക്കാൻ പറ്റുക. ഒന്നെങ്കിൽ ആദത്തിന് എന്ത് വേണം? ആദത്തെ പോലെ ദൈവത്തിന് കൈയും കാലും മൂക്കും എല്ലാ ഇന്ദ്രിയങ്ങളും ഒക്കെയുള്ള ഒരു ദൈവം. നമ്മുടെ ദൈവത്തിന് അങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പോ അങ്ങനെയാണോ ദൈവം? സർവശക്തിയും സർവവ്യാപിയുമായ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന എല്ലാത്തിനും കാരണമായ ദൈവം മനുഷ്യനെ പോലെ കണ്ണും കായും മൂക്കും കാലും ഒക്കെ ഉള്ള ഒരു ദൈവമാണെന്നാണോ അരൂപിയായ ദൈവത്തെ നമ്മൾ കാണുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തെ നമ്മൾ കാണുന്നത്? ഒരിക്കലുമല്ല. അപ്പോ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ രൂപം, ഛായ എന്ന് പറഞ്ഞാല് വളരെ കൃത്യമായിട്ട് ദൈവത്തെ പോലെ സ്നേഹിക്കാനുള്ള കഴിവ്, ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള കഴിവ്, ദൈവത്തിന്റെ പൂർണ്ണതയിലല്ല ചിന്തിക്കാനുള്ള കഴിവ്, സ്വന്തം തീരുമാനമെടുക്കാനുള്ള കഴിവ്, അത് നടപ്പിലാക്കാനുള്ള കഴിവ്, ഇതിനെയാണ് ദൈവത്തിന്റെ രൂപവും ഛായയും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് കാണാൻ പറ്റും, മനുഷ്യനും കാണാൻ പറ്റും. ദൈവത്തിന് കേൾക്കാൻ പറ്റും, മനുഷ്യനും കേൾക്കാം. അതിന്റെ അർത്ഥം നമ്മളെ പോലെ ചെവി എന്ന ഉപകരണം ഉപയോഗിച്ച് ദൈവം കേൾക്കുന്നു എന്നല്ല. ദൈവം എല്ലാം അറിയുന്നു, എല്ലാ ശബ്ദങ്ങളും ദൈവം കേൾക്കുന്നു, എല്ലാം ദൈവം കാണുന്നു. പക്ഷെ അത് നമ്മുടെ ഭൗതിക ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ പോലെയുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് എന്നല്ല നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പം ദൈവത്തിന്റെ കാണുന്നത് പോലെ പരിമിതമായി നമുക്ക് കാണാൻ പറ്റും. ദൈവം കേൾക്കുന്നത് പോലെ നമുക്ക് പരിമിതമായ അർത്ഥത്തിൽ കേൾക്കാൻ പറ്റും. ദൈവത്തിന്റെ സർവജ്ഞാനം പോലെ പരിമിതമായ അറിവ് നമ്മൾക്കുണ്ട്. ഈ അറിവിന്റെ വെളിച്ചത്തിൽ ഇന്റലക്ച്വലി നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ദൈവത്തിന്റെ രൂപവും ഛായയിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഈ വചനത്തെ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ ദൈവം ആണാണോ പെണ്ണാണോ നമ്മൾ ചോദിക്കേണ്ടി വരും. കാരണം അവ ഉണ്ട്, സ്ത്രീക്ക് പുരുഷനുള്ള ലൈംഗിക അവയവം സ്ത്രീക്കില്ല. അപ്പം ദൈവം ആണാണോ പെണ്ണാണോ, അതായത് ഇത് രണ്ടും കൂടെ ആണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അല്ലെങ്കിൽ ദൈവത്തിന് കാലും കൈയും ഉണ്ടോ, ദൈവത്തിന് മൂക്കുണ്ടോ, നാസദ്വാരമുണ്ടോ, ദൈവത്തിന് മലദ്വാരമുണ്ടോ, ഭക്ഷണം കഴിക്കുന്ന വായുണ്ടോ, സംസാരിക്കുന്ന നാവുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വളരെ പരിമിതമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി നമുക്ക് തുറന്നു കേൾക്കാം. അവരാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാണ് താങ്കൾ പറഞ്ഞാലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാനും. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം ചെയ്യുന്നവരാണുള്ള മനുഷ്യത്വവും മറ്റതുമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അവരാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാണ് താങ്കൾ പറയുന്നത്. മനുഷ്യർ എല്ലാവരും മനുഷ്യത്വം വെച്ചല്ല. ഈ ദിവ്യ സ്വഭാവം, അതായത് തിയൂസ് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഡിവിനിറ്റി, ഡിവൈൻ,
ആ തിയോസിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അൽബർട്ട് തുടങ്ങിക്കോ. അപ്പൊ ഇവിടെ ആ ദൈവത്തെ, മനുഷ്യത്വത്തെ ദൈവമാക്കി മാറ്റുകയാണ് അനിലസ് നായർ ചെയ്യുന്നത്. കാരണം എന്താണ്? മനുഷ്യത്വം പാപം ചെയ്യാത്ത ഡിവിനിറ്റിയാണ്, അല്ലെ ദിവ്യത്വമുള്ള ഒന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ബിബ്ലിക്കലി കറക്റ്റ് അല്ല. മനുഷ്യന് പാപം ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യന്റെ സ്വന്തം ഇച്ഛ ഉപയോഗിച്ച് ദൈവത്തെ അനുസരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റും. ഇതൊരു ഇന്റർനാഷണൽ ബ്ലണ്ടറാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ, റോമ 5:14, ആദത്തിന്റെ പാപത്തിന്റെ സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം പറഞ്ഞ ആദം വരുവാനിരുന്നവന്റെ പ്രതിരൂപമാണ്. ഇതിന്റെ വെളിച്ചത്തിലാണ് ഇവര് പറയുന്നത് എന്ത്? പണ്ടേക്ക് പണ്ടേ മനുഷ്യരൂപത്തിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നുവെന്നും ആ യേശുക്രിസ്തുവിന്റെ രൂപത്തിലാണ് ആദത്തെ സൃഷ്ടിച്ചതെന്നും പറയുന്നത്. എന്നാൽ ഇവിടെ വരുവാനുള്ളവന്റെ പ്രതിരൂപം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ആശയം, അല്ലെ വ്യക്തമായ ജ്ഞാനം ദൈവത്തിന്റെ മനസ്സിലുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ടാണ് ദൈവത്തെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്, ആദത്തെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. അത് ആദത്തെ മാത്രമല്ല, ഈ ലോകത്തിൽ ഇനി ജനിക്കാനിരിക്കുന്ന ജനിച്ചതുമായ സകല ജീവികളുടെയും നക്ഷത്രങ്ങളുടെയും സകലതിൻ്റെയും കുറിച്ചുമുള്ള അറിവും ജ്ഞാനവും പ്ലാനും ദൈവത്തിന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഈ ഒരു സ്വർഗത്തില് ഹോളി ട്രിനിറ്റിയില് മനുഷ്യരൂപത്തിൽ യേശുക്രിസ്തു ഇരിക്കുകയായിരുന്നു, ആദത്തെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭൂലോകം പ്ലണ്ടറാണ്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായ വചനം കാണിക്കണം. ഈ വചനമാണ് ഇവർ പറയുന്നത് എന്താണ്? റോമ 5:10, ആദത്തിന്റെ പാപ സദൃശ്യം പാപം ചെയ്യുന്നവരുടെ മേൽ പോലും ആദിന്റെ കാലം മുതൽ മോശയുടെ കാലം മരണം ആദ്യം ആദം വരുവാനിരുന്നവന്റെ പ്രതിരൂപമാണ്. ഇനി എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കൊളോസോസ് 1:15, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടിക്കുമുള്ള ആദിജാതനുമാണ്. അപ്പം വരുവാനുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ പ്രതിരൂപമായിരുന്നു. മനുഷ്യരൂപത്തിൽ അവിടെ യേശുക്രിസ്തു ഇരുന്നു എന്നല്ല അർത്ഥം. യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട്, ദൈവമായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടിക്കുമുള്ള ആദിജാതനുമാണ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഉൽപ്പത്തി 1 നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് യേശു പറയുന്നത്. അപ്പം മനുഷ്യന്റെ ഛായ എന്താണ്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മനുഷ്യന്റെ ഛായ എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പോയിന്റിന്റെ ലോജിക്ക് മനസ്സിലാവുള്ളൂ. കാരണം ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള കഴിവ്, ആ പൂർണ്ണതയിൽ അല്ലെങ്കിലും പരിമിതമായ അളവിൽ ദൈവം ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് തന്നു. ഫ്രീ വിൽ ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് തന്നു. നമുക്ക് ഭൗതികമായ പ്രോപ്പർട്ടി നമുക്ക് തന്നു. ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് സ്നേഹിക്കാനുള്ള കഴിവ് നമുക്ക് തന്നു, കരുണ കാണിക്കാനുള്ള കഴിവ് നമുക്ക് തന്നു. ഇതൊക്കെയാണ് ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവമായിട്ടുള്ള മനുഷ്യന്റെ സാദൃശ്യം. ഇതിനെയാണ് തന്റെ രൂപത്തിലും ഛായയും എന്നുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചത്. അല്ലാതെ സർവ്വവ്യാപിയും സർവശക്തിയുമായ അരൂപിയായ ആത്മാവായ ദൈവത്തിന്റെ ആ യഥാർത്ഥമായ നേച്ചർ മനുഷ്യൻ തന്നു എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ നേച്ചറിലാണ്, ആ ദൈവത്തിന്റെ നേച്ചറിലാണ് കൊളോസൂസ് നമ്മൾ കണ്ടു. കൊളോസൂസ് 1:15, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികളുള്ള ആദിജാതനുമാണ്. അപ്പൊ ഇത് മനസ്സിലാകാതെയാണ് ഈ ഒരു റോമ 5:14 മാത്രം എടുത്ത് ഈ രീതിയിൽ ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്കിനി ആ തുടർന്ന് വരുന്ന ക്ലിപ്പുകൾ കേൾക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, അതായത് നമ്മൾ ആദ്യത്തെ 2 കാര്യം മിസ്റ്ററി ആണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യമായ യേശു ക്രിസ്തു സ്വീകരിച്ച മറിയയുടെ രക്തത്തെ കുറിച്ചായിരുന്നു നമ്മളുടെ ഇത്. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന്, അതായത് സൃഷ്ടികർത്താവ് സൃഷ്ടിയിൽ നിന്ന് രക്തവും മാംസവും എടുത്തു എന്ന് താങ്കൾ സമ്മതിച്ചു. ഈ സൃഷ്ടികർത്താവ് എടുത്തിരിക്കുന്ന ഈ രക്തവും മാംസവുമാണോ അതോ മറിയയിൽ നിന്ന്, അതായത് മറിയയുടെ ഏതെങ്കിലും സ്വഭാവം കൂടെ ഈ യേശു ക്രിസ്തു എടുത്തിട്ടുണ്ടോ? ഞാൻ അതിന് മറുപടി പറയാം. ഇവിടെ ഈ ചോദ്യത്തില് മറിയയുടെ നേച്ചർ യേശുക്രിസ്തു എടുത്തിട്ടുണ്ട്, അതിനൊരു സംശയവും വേണ്ട.
മറിയുടെ നേച്ചർ യേശുക്രിസ്തു എടുത്തിട്ടുണ്ട്. എന്താണ്? മനുഷ്യത്വം എന്ന നേച്ചർ. ഈ മറിയയ്ക്ക് ഈ മനുഷ്യത്വം എന്ന നേച്ചർ എവിടെ നിന്നാണ് കിട്ടിയത്? അത് ആദത്തിൽ നിന്ന് കിട്ടിയതാണ്. ആദത്തിന് ഈ മനുഷ്യത്വം എന്ന നേച്ചർ എവിടെ നിന്നാണ് കിട്ടിയത്? ദൈവം ക്രിയേറ്റ് ചെയ്തതാണ്. മനുഷ്യത്വത്തെ, ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ക്രിയേറ്റ് ചെയ്തതാണ് മനുഷ്യത്വം എന്ന നേച്ചർ. തന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമുള്ള ഒരു പുതിയ സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യത്വം ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ആദത്തിന്റെയും ഔവയുടെയും തുടർച്ചയാണ് ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും മനുഷ്യത്വം എന്ന് പറയുന്നത്. അത് ആദവും ഔവയും പാപം ചെയ്തതിലൂടെ പാപഭംഗിലമായി തീരുകയും വികലമാക്കപ്പെടുകയും ചെയ്തെങ്കിലും ആത്യന്തികമായ നേച്ചർ, മനുഷ്യത്വം എന്ന് പറഞ്ഞ നേച്ചർ ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോ ഇതാണ് ഇതിനുള്ള മറുപടി. യേശുക്രിസ്തു മറിയിൽ നിന്ന് ന്യൂട്രിയൻസ് സ്വീകരിച്ചു എന്ന് ഇവിടെ അജി കടന്ന് ഉരുണ്ടുരുണ്ടുകൊണ്ട് കളിക്കുവാണ്. ചക്കാന്ന് ചോദിക്കുമ്പോൾ വാങ്ങാന്ന് പറയുന്ന ഒരു സമീപനമാണ്. എങ്കിലും അവസാനം അജി അതിന് ഉത്തരം പറയുന്നുണ്ട്. രണ്ട് പുരുഷ സ്ത്രീ സംഗമത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് മറന്നുപോയല്ലോ. അല്ലല്ല, അത് താങ്കൾ അതാ പറഞ്ഞേ. താങ്കൾ പറയുന്നത്, താങ്കൾ താഴെ ചാറ്റ് ചോദിച്ചത് മനുഷ്യ സംസർഗത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് മാത്രമേ ശാസ്ത്രം ഇന്നവരെ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് താങ്കൾ താഴെയുള്ളവരോട് ചോദിക്കുകയാണ് രക്തം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ലിങ്ക് ഇടാൻ. അവർക്ക് എന്ത് ലിങ്ക് ഇടാൻ പറ്റും? ഞാൻ ലിങ്കിന്റെ ബേസേ പറഞ്ഞില്ല സാറേ. ഞാൻ പറയുന്നത് ഞാനൊരു കാര്യം രക്തം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് വേണോ ലിങ്കിന്റെ കാര്യമേ ഞാൻ പറഞ്ഞു. ഓക്കെ സഹോദര, എന്റെ ചോദ്യം താങ്കൾ ഈ പറയുന്നതെല്ലാം വാദം, എന്റെ സമയമാണ് സഹോദര, എന്റെ സമയമാണ്. താങ്കൾ ഈ പറയുന്നതെല്ലാം ശാസ്ത്രമായാലും എന്തുവായാലും അതെല്ലാം ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ്. അതിനപ്പുറത്തേക്കൊന്നും ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ജനനം അങ്ങനെ അല്ലായിരുന്നു. കൃത്യമായിട്ട് തിരുവചനം പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ ജനനം അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ താങ്കൾ പറയുകയാണ് രക്തം ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതിയെന്ന്. അതായത് ശാസ്ത്രജ്ഞന്മാര് ഈ ലോകപ്രകാരം ഉണ്ടായതിനെ വെച്ച് ശാസ്ത്രം ഭാഗത്ത് വെച്ച വാദമാണ്. രണ്ടാമത്തെ എന്റെ ചോദ്യം ഇതായിരുന്നു, താങ്കളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും സ്വഭാവം എടുത്തിട്ടുണ്ടോ? അജി ഇവിടെ കുറച്ച് ഉരുണ്ട് കളിക്കുന്നുണ്ട്, എങ്കിലും അജി അവസാനം അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. നമുക്കൊന്ന് കേട്ടുകളെ. മാതാപിതാക്കളുടെ സ്വഭാവമാണല്ലോ മക്കളിലേക്ക് വ്യാപരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്വഭാവവും യേശു ക്രിസ്തുവിലേക്ക് വന്നോ എന്നാണ് എന്റെ ചോദ്യം. അവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഇവിടെ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മലയാളത്തിലെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒറ്റ വേർഡാണ്. എന്നാൽ നമ്മൾ അത് ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ഈ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അത് ഞാനൊന്ന് നിങ്ങൾക്ക്, നേച്ചർ എന്ന് പറയുന്നത് ക്യാരക്ടർ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. എന്ന് പറഞ്ഞാൽ നേച്ചർ ഈസ് ഇൻബേൺ ആണ്. ക്യാരക്ടർ എന്ന് പറയുന്നത് അവന്റെ വളർച്ചയിൽ അവൻ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വഭാവമാണ്. നേച്ചർ ഒരിക്കലും മാറ്റം വരുന്നില്ല, എന്നാൽ ക്യാരക്ടറിന് മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഹ്യൂമൻ നേച്ചർ എന്നാണ് പറയുന്നതെങ്കിൽ മറിയത്തിനുള്ളത് ഹ്യൂമൻ നേച്ചറാണ്, യേശുക്രിസ്തുവിനുള്ള ഹ്യൂമൻ നേച്ചറാണ്, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ആ ഹ്യൂമൻ നേച്ചറാണുള്ളത്. എന്നാൽ ക്യാരക്ടർ വ്യത്യാസമുണ്ട്. എന്താണ്? ചിലർ സ്നേഹിക്കും, ചിലർ വഞ്ചിക്കും, ചിലർ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കും. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിന്റെ ഹ്യൂമൻ നേച്ചർ എവിടെ നിന്നാണ് വന്നത്? അവൻ ജനറ്റിക്കലി ജനിച്ചു കഴിഞ്ഞപ്പോൾ അവനുണ്ടായിരുന്ന മനുഷ്യ നേച്ചർ എവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നാണ് വരുന്നത്. അത് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് എവിടുന്നാണ് കിട്ടിയത്? തലമുറയിലൂടെ ആദത്തിൽ ചെന്ന് നിൽക്കുന്ന ദൈവം സൃഷ്ടിച്ച ഹ്യൂമൻ നേച്ചറാണ് യേശുക്രിസ്തുവിൽ വന്ന് നിൽക്കുന്നത്. നമ്മളിലെല്ലാം നിൽക്കുന്നത് ദൈവം നിൽക്കുന്ന ഹ്യൂമൻ നേച്ചറാണ്. ഇനി ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ പരിശുദ്ധ കന്യാമറിയം വിശുദ്ധയാണ്, അതിവിശുദ്ധയാണ് നമ്മൾ വിശ്വസിക്കുന്നു. ആ അതിവിശുദ്ധി പരിശുദ്ധ കന്യാമറിയത്തിന് ലഭിക്കുന്നത് ദൈവാത്മാവിൽ നിന്നാണ്. ദൈവിക സ്വഭാവമാണ് പരിശുദ്ധ കന്യാമറിയത്തിന് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ലഭിച്ചതും ദൈവിക സ്വഭാവമാണ്. നിങ്ങൾ CCC 455, 446, 470 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കളിലേക്ക് വ്യാപരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്വഭാവം യേശു ക്രിസ്തുവിലേക്ക് വന്നോ എന്നാണ് എന്റെ ചോദ്യം. അവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മാംസവും ശരീരവും എന്നുള്ളത് മനുഷ്യന്റെ പ്രക്രിയയാണ്, എന്നാൽ യേശു ക്രിസ്തുവിലുള്ളത് ദിവ്യ സ്വഭാവമാണ്. യേശു ക്രിസ്തുവിലുള്ളത് ദിവ്യ സ്വഭാവമാണോ? തീർച്ചയായിട്ടും. നമുക്ക് അവർ ദൈവം കൂടെ കൂടിയല്ലേ സഹോദര? നിങ്ങൾക്ക് എന്താണ് അത് വെച്ചാണോ താങ്കൾ ഈ ദൈവ സ്വഭാവം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും യേശു ക്രിസ്തു ദൈവപുത്രനും കൂടെ കൂടിയല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകാത്ത അല്ലല്ല ചോദ്യം ഇങ്ങോട്ട് ചോദിക്കണം. അല്ല എനിക്ക് മതി. എന്റെ അടുത്ത ചോദ്യം,
പിന്നെ അപ്പം ഇവിടുത്തെ താങ്കൾ പറഞ്ഞത് യേശു ക്രിസ്തുവിന് കേവലം ഒരു ദിവ്യ സ്വഭാവം, അതായത് 1 പത്രോസ് 2:1 പറയുന്നത് പോലെ ഒരു ദിവ്യ സ്വഭാവത്തിന് മാത്രം ഉടമസ്ഥനായിരുന്നു എന്നാണോ യേശു ക്രിസ്തു? യേശു ക്രിസ്തുവിൽ 2 സ്വഭാവം ഉണ്ടായിരുന്നു. അതിനകത്ത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം എന്നുള്ള ദിവ്യ സ്വഭാവവും മനുഷ്യ സ്വഭാവവും യേശു ക്രിസ്തുവിന് 2 സ്വഭാവം ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയല്ലേ പറഞ്ഞത്. 2 വില്ല്, 2 നേച്ചറാണോ ഉണ്ടായിരുന്നത്, 2 സ്വഭാവമാണോ ഉണ്ടായിരുന്നത്? 2 നേച്ചർ ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വഭാവവും നേച്ചർ എന്താണ്? 2 സ്വഭാവം, 2 നേച്ചർ. ഇത് 2 എന്താണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്നത്? അപ്പൊ ക്യാരക്ടറിനെയാണ് പുള്ളി സ്വഭാവം എന്ന് പറയുന്നത്, നേച്ചറിനെ സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യ സ്വഭാവം, മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യ നേച്ചറിനെയാണ് പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന് ഒരേ സമയം മനുഷ്യന്റെ നേച്ചറും ഉണ്ടായിരുന്നു, ഡിവിനിറ്റിയുടെ നേച്ചറും ഉണ്ടായിരുന്നു. ഇത് തിരിച്ചറിയാൻ എന്താണ് ഇവർക്ക് ഈ കൺഫ്യൂഷൻ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അനിലസ് നായർ ഇത് അംഗീകരിക്കുന്നില്ലേ? ഇനി പരിപൂർണ വിശുദ്ധനായിരുന്നു യേശു ക്രിസ്തു, അത് പരിശുദ്ധ കന്യാമറിയം പരിപൂർണ വിശുദ്ധനല്ല എന്നാണോ അനിലസ് നായർ ഉദ്ദേശിക്കുന്നത്? അത് പറയാൻ വേണ്ടിയാണോ ശ്രമിക്കുന്നത്? പക്ഷെ യേശുവിന്റെ നേച്ചർ ആദത്തിന്റെ നേച്ചറാണ്. അത് കൃത്യമായി ബൈബിൾ വചനമുണ്ടല്ലോ. അപ്പൊ ഈ ആദത്തിന്റെ നേച്ചർ എവിടുന്ന് ലഭിച്ചു? യേശുവിന്റെ നേച്ചർ എവിടുന്ന് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആദത്തിന്റെ നേച്ചർ തലമുറയിലൂടെ പരിശുദ്ധ കന്യാമറിയത്തിലെത്തി, പരിശുദ്ധ കന്യാമറിയത്തിൽ യേശുവിലേക്ക് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ക്യാരക്ടർ ഈസ് നമ്മുടെ സ്വഭാവം നമ്മൾ നേടിയെടുക്കുന്നതാണ്. യേശുവിൽ പരിപൂർണ വിശുദ്ധിയുടെ സ്വഭാവമായിരുന്നു, ഡിവിനിറ്റിയുടെ സ്വഭാവമായിരുന്നു. കത്തോലിക്കരായ ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ കന്യാമറിയത്തിലും പരിപൂർണമായ ഡിവിനിറ്റിയുടെ സ്വഭാവമായിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് അതിന്റെ ഒരു മനുഷ്യനിൽ പ്രവേശിക്കാൻ പറ്റുന്നതിന്റെ പൂർണ്ണതയിൽ ദൈവ സാന്നിധ്യമായി പരിശുദ്ധ കന്യാമറിയത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണത്. നേച്ചറും 2 നേച്ചർ, 2 സ്വഭാവം. എന്റെ പൊന്നു സഹോദരൻ, അപ്പൊ അങ്ങനെ തന്നെയല്ലേ വേണ്ടിയത് നമുക്ക്? 2 സ്വഭാവം വേണം അല്ലേ? 2 എത്ര വില്ലുണ്ടായിരുന്നു കർത്താവിന്? എന്റെ അഭിപ്രായത്തിൽ ഒറ്റ വില്ലേ ഉള്ളൂ. സമയം കഴിഞ്ഞു. ഇത് അതിലും വലിയൊരു ഹെരസിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയൊരു ഹെരസിയാണ്. അപ്പം യേശു ക്രിസ്തുവിന് ഞാനത് കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ നിന്ന് ഞാനൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പില്ല. ദൈവത്തിന് എത്ര ഹെരസി അല്ലെങ്കിൽ എത്ര ബില്ലുണ്ടായിരുന്നു എന്നുള്ള ആ സെക്ഷൻ മാത്രം ഞാൻ കത്തോലിക്കരായ സഹോദരങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഇദ്ദേഹത്തിന് ഈ അനിലസ് നായറിന് ഇത്തരം വിഷയങ്ങളിലൊന്നും യാതൊരു ധാരണയുമില്ല. അപ്പൊ നമ്മളത് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇതിന്റെ കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കും. ഇനി അക്കാഡമിക് വേൾഡിൽ അല്ലെങ്കിൽ തിയോളജിക്കൽ വേൾഡിൽ ഈ വിഷയത്തിലൊക്കെ വ്യക്തമായ ക്ലാരിറ്റി വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാനൊന്ന് വായിക്കാം. CCC 475. അതുപോലെ 6-ാം സാർവത്രിക സുന്നതയിൽ സഭാ ആധികാരികമായി പ്രഖ്യാപിച്ചു, യേശു ക്രിസ്തു ദൈവികവും മാനുഷികമായ 2 മനസ്സുകളും പ്രകൃതികൾക്കനുസൃതമായ 2 പ്രവർത്തനങ്ങളുണ്ട്. അവ അന്യോന്യം വിരുദ്ധങ്ങളല്ലെന്ന് മാത്രം പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ അവതീർണ ദൈവവചനം നമ്മുടെ രക്ഷയ്ക്കായി പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊത്ത് തന്റെ ദൈവിക പ്രകൃതിയിൽ എന്തെല്ലാം നിശ്ചയിച്ചുവോ അതെല്ലാം അവിടുന്ന് പിതാവിന് വിധേയമായി ആവർത്തിച്ചുകൊണ്ട് മാനുഷികമായും നിശ്ചയിച്ചു. അവിടുത്തെ മാനുഷിക മനസ്സ് അവിടുത്തെ സർവശക്തനായ ദൈവിക മനസ്സിനെ എതിർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല, പ്രത്യുത അതിന് വിധേയമായി വർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന് മാനുഷിക മനസ്സും ദൈവിക മനസ്സും ഉണ്ട് എന്ന് പറയുകയാണ്. ഇനി CC 470. ദൈവപുത്രൻ അദാനം ചെയ്ത മനുഷ്യാത്മാവ് യഥാർത്ഥ മാനുഷിക അറിവോട് കൂടിയതായിരുന്നു. ഈ ജ്ഞാനം അതിൽ തന്നെ അപരിമതമായിരിക്കുക സാധ്യമായിരുന്നില്ല. സ്ഥലകാലങ്ങളിലുള്ള അവിടുത്തെ അസ്തിത്വത്തിന്റെ ചരിത്രപരമായ സാഹചര്യങ്ങളിലാണ് ഈ ജ്ഞാനം വിനിയോഗിക്കപ്പെട്ടത്. ഇക്കാരണത്താലാണ് ദൈവപുത്രൻ മനുഷ്യനായപ്പോൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരാൻ സാധിച്ചത്. സ്വാനുഭവം കൊണ്ട് മാത്രം സാധാരണമായ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് അന്വേഷിക്കേണ്ടിയിരുന്നു. ദാസന്റെ രൂപം ധരിച്ച് അവിടുന്ന് തന്നെ ശൂന്യമാക്കിയ യാഥാർത്ഥ്യത്തോട് ചേർന്ന് പോകുന്നതായിരുന്നു മുകളിൽ പറഞ്ഞ വസ്തുതകൾ. അതേസമയം ദൈവപുത്രന്റെ യഥാർത്ഥ മാനുഷിക ജ്ഞാനം അവിടുത്തെ വ്യക്തിത്വത്തിന്റെ ദൈവിക ജീവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവപുത്രൻ സർവ്വതും അറിഞ്ഞിരുന്നു, അതിനാൽ അവിടുന്ന് ധരിച്ച മനുഷ്യപ്രകൃതിക്കും എല്ലാം അറിഞ്ഞിരുന്നു. അത് സ്വശക്തിയല്ല, പ്രത്യുത വചനത്തോടുള്ള സംയോജനത്താലാണ്. വചനത്തോട് സംയോജിച്ച് മനുഷ്യപ്രകൃതി ദൈവത്തെ സംബന്ധിക്കുന്ന സർവ്വതും അറിയുകയും തന്നിൽ തന്നെ പ്രഭാവത്തോടെ ആവിഷ്കരിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിന് മാനുഷിക പ്രകൃതിയും ദൈവിക പ്രകൃതിയും ഉണ്ട്. മാനുഷിക പ്രകൃതി അജ്ഞതയുള്ളതാണ്, അറിവ് പഠിച്ചു വളരേണ്ടതാണ്,
ജ്ഞാനത്തിലും പ്രായത്തിലും വളരാണ്. പക്ഷെ യേശു നമ്മൾ ഓരോരുത്തരും ചെയ്തതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഡിവിനിറ്റിയിൽ നിന്നാണ് യേശു ക്രിസ്തു സർവ്വജ്ഞാനവും നേടിയെടുത്തത്. അപ്പൊ ഇത് CCC 475 482 ഇതൊക്കെ 463 ഒക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ക്രിസ്തോളജിയുടെ ഫണ്ടമെന്റലായ ഈ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ അനിലസ് നായർ പറയുകയാണ് യേശു ക്രിസ്തുവിന് എന്താണ്, ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. നമുക്ക് 2 സ്വഭാവം വേണം അല്ലെ? രണ്ടും എത്ര വില്ലുണ്ടായിരുന്നു കർത്താവിന്? എന്റെ അഭിപ്രായത്തിൽ ഒറ്റ വില്ലേ ഉള്ളൂ. ഇത് തന്നെ തെറ്റാണ്. ഒരു ദൈവിക വില്ലുമുണ്ട്, ഒരു മാനുഷിക വില്ലുമുണ്ട്. ഒരു ദൈവിക മനസ്സുമുണ്ട്, ഒരു മാനുഷിക മനസ്സുമുണ്ട്. അപ്പൊ ഹിസ്റ്റോളജിയുടെ ഫണ്ടമെന്റലായ കാര്യങ്ങൾ പോലും പുള്ളിക്ക് അറിയത്തില്ല. അപ്പം പ്രിയമുള്ളവരെ, ഈ റൂമിലധികം ആളില്ല. യൂട്യൂബിന് വേണ്ടി ഈ റൂം ഞാൻ എൻഡ് ചെയ്യുകയാണ്. ഇതിന്റെ നാളെയൊക്കെ അടുത്ത സെക്ഷനുകളിലേക്കൊക്കെ വരുമ്പോൾ ഇത് കൂടുതലായിട്ട് സംസാരിക്കും. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.